യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ലേവ്യ പുസ്തകം 2-ാം അധ്യായം. ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവൻ്റെ വഴിപാട് നേരിയ മാവായിരിക്കണം. അവൻ അതിന്മേൽ എണ്ണയൊഴിച്ച് കുന്തിരിക്കവും ഇടണം. അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരണം. അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തിരിക്കം മുഴുവനും എടുക്കണം. പുരോഹിതനത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. എന്നാൽ ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. യഹോവയ്ക്കുള്ള ദഹനയാഗത്തിൽ അത് അതിവിശുദ്ധം. അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ എണ്ണ ചേർത്തായി പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് നേരിയ മാവ് കൊണ്ട് ആയിരിക്കണം. അത് കഷ്ണം കഷ്ണമായി നുറുക്കി അതിന്മേൽ എണ്ണയൊഴിക്കണം. അത് ഭോജനയാഗം. നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ട ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കണം. ഇവ കൊണ്ടുണ്ടാക്കിയ ഭോജനയാഗം നീ യഹോവയ്ക്ക് കൊണ്ടുവരണം. അത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുകയും അവനത് യാഗപീഠത്തിങ്കൽ കൊണ്ടുപോവുകയും വേണം. പുരോഹിതൻ ഭോജനയാഗത്തിൻ്റെ നിവേദ്യമെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം. ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. അത് യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം. നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചതൊന്നുമേ യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത്. അവ ആദ്യഫലങ്ങളുടെ വഴിപാടായി യഹോവയ്ക്ക് അർപ്പിക്കാം. എങ്കിലും സൗരഭ്യവാസനയായി യാഗപീഠത്തിന്മേൽ അവ കയറരുത്. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിനില്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. നിന്റെ ആദ്യഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ കതിർ ചുട്ട് ഉതിർത്ത മണികൾ ആദ്യഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം. അതിന്മേൽ എണ്ണയൊഴിച്ച് അതിന്മേലെ കുന്തിരിക്കവും ഇടണം. അതൊരു ഭോജനയാഗം. ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശെ കുന്തിരിക്കവും മുഴുവനും പുരോഹിതൻ നിവേദ്യമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് ദഹനയാഗം. ലേവ്യ പുസ്തകം 3-ാം അധ്യായം. ഒരുവൻ്റെ വഴിപാട് സമാധാനയാഗമാകുന്നുവെങ്കിൽ കന്നുകാലികൾ ഒന്നിനെ അർപ്പിക്കുന്നതായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. അവൻ്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അതിനെ അറുക്കണം. ആരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ മേൽ ചുറ്റും തളിക്കണം. അവൻ സമാധാനയാഗത്തിൽ നിന്നും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലിരിക്കുന്ന സകല മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടിയ കരളിന്മേലുള്ള വഭയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം. അഹ്റോൻ്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയുടെ മേലുള്ള വിറകിന്മേൽ ഹോമയാഗത്തിന്മീതെ അത് ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. യഹോവയ്ക്ക് സമാധാനയാഗമായുള്ള വഴിപാട് ആടാകുന്നുവെങ്കിൽ അത് ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അർപ്പിക്കണം. ഒരു കുഞ്ഞാടിനെ വഴിപാടായിട്ട് അർപ്പിക്കുന്നുവെങ്കിൽ അതിനെ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. അതിൻ്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ അതിനെ അറുക്കണം. അഹ്റോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ സമാധാനയാഗത്തിൽ നിന്നും അതിൻ്റെ മേധസ്സും തടിച്ച വാൽ മുഴുവനും ഇത് തണ്ടലിങ്കിൽ നിന്ന് അവൻ സമാധാനയാഗത്തിൽ നിന്ന് അതിൻ്റെ മേധസ്സും തടിച്ച വാൽ മുഴുവനും ഇത് തണ്ടെങ്കിൽ നിന്ന് പറിച്ചു കളയണം. കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവൻ അവരുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടി കരളിന്മേലുള്ള വഭയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം. പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് ദഹനഭോജനയാഗം. അവൻ്റെ വഴിപാട് കോലാടാകുന്നുവെങ്കിൽ അവൻ അതിനെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരണം. അതിൻ്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിന് മുമ്പാകെ അതിനെ അറുക്കണം. അഹ്റോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന് ചുറ്റും തളിക്കണം. അതിൽ നിന്ന് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേലിൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടി കരളിന്മേലുള്ള വഭയും നീക്കി അവൻ യഹോവയ്ക്ക് ദഹനയാഗമായി അവൻ്റെ വഴിപാട് അർപ്പിക്കണം.
പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് സൗരഭ്യവാസനയായ ദഹനയാഗഭോജനം. മേധസ്സൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. മേധസ്സും രക്തവും തിന്നരുതെന്നുള്ളത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തലമുറയായി നീക്കമുള്ള ചട്ടമായിരിക്കണം. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ.